വിമൻ വെൽഫെയർ സർവീസസിന്റെ പറവൂർ ഫൊറോന വാർഷികം വിവിധ പരിപാടികളോടെ കരിമാല്ലൂർ സെന്റ് തോമസ് പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. എറണാകുളം അങ്കമാലി അതിരൂപത ഡയറക്ടർ ഫാദർ പോൾ ചെറുവിള്ളി ഉദ്ഘാടനം ചെയ്തു. മതിൽ പണിയുന്നവരെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. മതിൽ പണിയുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ നിങ്ങൾ പണിയുന്ന ഈ മതിൽ കൊണ്ട് നിങ്ങൾ ചുറ്റുപാടുമുള്ളവരെ നിങ്ങൾ പുറത്താക്കുകയാണോ? നിങ്ങൾ ഈ പണിയുന്ന മതിൽ കൊണ്ട് പുറത്തുള്ള പരമാവധി പേര് നിങ്ങൾ ഹൃദയത്തിന്റെ അകത്തളത്തിലേക്ക് കൊണ്ടുവരികയാണോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഈ ചോദ്യം ഇന്ന് പ്രസക്തമാണ്. പണ്ടൊക്കെ പാലം പണിയുന്നവരാണ്, പണ്ടൊക്കെ മതിലുകൾ കുറവായിരുന്നു. എവിടെ ചെന്നാലും ഒരു തോട് വന്ന നമ്മുടെ പാലം പണിയുന്നു. ഇത് പാലത്തേക്കാൾ കൂടുതൽ മതിലുകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ സ്വയം ചോദിക്കണം, എൻ്റെ വീട്ടിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ട് മതിലുകളും വേദികളും ചേർക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അറിയാതെ അകറ്റി നിർത്തുന്ന മതിലാണോ ഞാൻ പടുത്തുയർന്നെങ്കിൽ എൻ്റെ ജീവിതമുണ്ട്, എൻ്റെ അർത്ഥമുണ്ട്. ഫൊറോന ഡയറക്ടർ റവറന്റ് ഡോക്ടർ ജോസ് പുതിയടത്ത് അധ്യക്ഷനായി. 24-ാം തീയതി പരിശുദ്ധ പിതാവ് ഒരു അപ്പോസ്തോലിക ലേഖനം ഇറക്കിയുണ്ടായി. ഈശോയുടെ തിരുഹൃദയത്തോടനുബന്ധിച്ചാണ് ആ ലേഖനം, അപ്പോസ്തോലിക ലേഖനം പ്രസിദ്ധീകരിച്ചത്. അവൻ നമ്മെ സ്നേഹിക്കുന്നു എന്ന പേരിലാണത് ഇറക്കിയത്. ഈ അപ്പോസ്തോലിക ലേഖനത്തില് പരിശുദ്ധ പിതാവ് ഈ ലേഖനം ഇറക്കാൻ കാരണം വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് 1674 ഈശോ പ്രത്യക്ഷപ്പെട്ട് നൽകിയ 12 വാഗ്ദാനങ്ങളാണ് ഈശോയുടെ തിരുഹൃദയ ഭക്തിയുടെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. അതിന്റെ 350-ാം വാർഷികമാണ് ഈ ഒക്ടോബർ 24. അതുകൊണ്ട് അന്ന് പരിശുദ്ധ പിതാവ് ഇറക്കിയ ചാന്ദ്രയിൽ അപ്പോസ്തോലിക ലേഖനത്തിൽ പിതാവ് പറയുന്നത്, ഹൃദയമില്ലാത്തൊരു ലോകത്തിൽ ഹൃദയമാകാൻ വിളിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനികൾ. യേശുവിന്റെ തിരുഹൃദയത്തിൽ നിന്ന് ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയമുള്ള മനുഷ്യ, യേശുവിന്റെ ഹൃദയം സ്വന്തമാക്കിയ മനുഷ്യരായി നമ്മൾ രൂപാന്തരപ്പെടുകയും അതുവഴി ലോകത്തിന്റെ ഹൃദയമായിട്ട് ജീവിക്കാൻ വിളിക്കപ്പെടുകയും ചെയ്തവരാണ് ക്രിസ്ത്യാനികളെന്ന് പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കരിമാല്ലൂർ പള്ളി വികാരി ഫാദർ അലക്സ് കരീമഠം അനുഗ്രഹ പ്രഭാഷണം നടത്തി. പുതിയ ചിത്രശലഭങ്ങളാണ് മനുഷ്യവംശത്തിൻ്റെത്. ഇത് പറഞ്ഞിട്ട് ഞാനത് ശരിക്കും നോക്കി. നിങ്ങൾ വന്നിറങ്ങുന്ന സമയം മുതലുള്ള ചിത്രങ്ങൾ എന്റെ മനസ്സിൽ വരികയായിരുന്നു. യൂണിഫോം ഒക്കെ ധരിച്ച് സത്യത്തിൽ ഒരു കൂട്ടം ചിത്രശലഭങ്ങൾ ഇന്ന് കരിമാല്ലൂർ പള്ളിമുറ്റത്തേക്ക് ഈ പാരിഷാളിലേക്ക് അപ്പോൾ നവ മത്സരത്തിന്, ഒരു പുതിയുഗത്തിന് തുടക്കം കുറിക്കുന്ന ചിത്രശലഭങ്ങളായി നിങ്ങൾ മനോഹരമായിട്ട് പ്രവർത്തിക്കുക. അതുകൊണ്ട് എല്ലാം ഞാൻ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഫൊറോന പ്രസിഡന്റ് മിനി ദേവസി സ്വാഗതം പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്, അത് ഞങ്ങൾ എടുത്തു പറയുകയാണ്. ഇനി നമ്മുടെ പറവൂർ ഫൊറോനയെ സംബന്ധിച്ച് 24 ഇടവകകളിലെ ഏറ്റവും മനോഹരമായ രീതിയിലാണ് നമ്മൾ ഈ സംഘടനയെ നയിച്ചുകൊണ്ടിരിക്കുക. അത് നിങ്ങൾ ഓരോരുത്തരുടെയും ഒരു കഴിവാണ്. നിങ്ങൾ ഓരോരുത്തരുമാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത്. ഓരോ ഇടവകയിലെയും അമ്മമാരെ കൂട്ടിക്കൊണ്ട് ഇങ്ങനെ എന്താ പറയാ, നമുക്ക് ചെയ്യാവുന്ന നന്മകൾ ചെയ്യാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും മനസ്സ് കാണിക്കുമ്പോൾ അതിന് പിന്നിലേക്ക് നിൽക്കുന്ന പലർക്കും ഒരു പ്രചോദനമായിട്ട് അല്ലെങ്കിൽ ഒരു ഉത്തേജനമായിട്ട് നിങ്ങൾ ഓരോരുത്തരും തീരുകയാണ്. ഫൊറോന സെക്രട്ടറി ജെയിനി സാംരാജ് റിപ്പോർട്ടും ട്രഷറർ ജീന ജോസ് നന്ദിയും പറഞ്ഞു. ഫാദർ ആൻസിൽ മൈപ്പാൻ, ആനിമേറ്റർ സിസ്റ്റർ ബെറ്റ്സി, സിസ്റ്റർ അനീറ്റ, കൈക്കാരൻ പോളി കളപ്പറമ്പത്ത്, സ്വപ്ന പോൾ, ജോസ്ലിൻ ജോസഫ് എന്നിവർ സംസാരിച്ചു. ദിവ്യബലി, സ്നേഹവിരുന്ന്, സമ്മാനദാനം, കലാപരിപാടികൾ എന്നിവയും നടന്നു. TJ ജോയ്, സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.